എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് ലേറ്റ് നൈറ്റ് മെസ്സേജസ് എന്താണ്, നിങ്ങളോട് എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഒറക്കിൾ കാർഡ്സ് എടുത്ത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ മറ്റൊരു കാർഡ് എടുത്ത് നോക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണണം. അപ്പോൾ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സപ്രഷൻ എന്നുള്ളൊരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന മെസ്സേജസ് ഫീലിംഗ് സോറി, റിഗ്രറ്റ് ആൻഡ് ക്രൈയിങ് എന്നുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, സോ ഈ വ്യക്തിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോട് എത്രമാത്രം ഈ വ്യക്തി ഇപ്പോൾ സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ചെയ്തു പോയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെയൊക്കെ ഈ വ്യക്തി ഒരുപാട് പശ്ചാത്താപത്തോടെ ഓർക്കുകയാണ് അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നുണ്ട്, സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ ഓർത്ത് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകാൻ ഈ ഒരു വ്യക്തി കാരണമായല്ലോ, ഈ വ്യക്തിയുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ചില വാക്കുകൾ കാരണമായി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായി, ഈ വ്യക്തി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇവിടെ നിങ്ങൾക്ക് അകൽച്ചയുണ്ടായി. അങ്ങനെ ഒരുപാട് തോട്ട്സ്, ഒരുപാട് ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്ത് വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, സോ ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു പോയതിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഈ ഒരു ഇമോഷൻസ് സപ്രസ് ചെയ്ത് പിടിക്കേണ്ട അവസ്ഥകളും ഇവിടെ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ച അവസ്ഥയായിരിക്കാം. നിങ്ങൾ ഈ വ്യക്തിയോട് ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒക്കെ ഒരു കുറവ് വരുന്നത് പോലെ ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാകാം. ഓക്കെ, സോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഈ വ്യക്തി ഭയക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ റിജക്റ്റ് ചെയ്യുമോ. സോ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഫീലിങ്സ് ഒക്കെ ഇപ്പോഴും സപ്രസ് ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ചിലർക്കൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ താഴ്ന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈഗോ ഹേർട്ട് ആകും, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു അഭിമാനം പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ റിജക്റ്റ് ചെയ്യുമോ, അങ്ങനെ ഒരു ഭയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസെക്യൂർഡ് ഫീലിംഗ്, അങ്ങനെ ഒരു ഈഗോയിസ്റ്റിക് നേച്ചർ കുറച്ച് ആളുകളുടെ വ്യക്തികൾക്കെങ്കിലും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് വന്ന് മാപ്പ് പറയണം, നിങ്ങളോട് തുറന്ന് സംസാരിക്കണം, ആ ഒരു പശ്ചാത്താപം ഒക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും നിങ്ങളെ നേരിട്ട് വന്ന് കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ ചിലപ്പോൾ സാധിക്കാത്തത് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇവരുടെ ചില ബിഹേവിയർ ഇഷ്യൂസ് കാരണമാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിൽ കുറച്ചു പേരുടെയെങ്കിലും വ്യക്തികളുടെ കാര്യത്തിൽ അവരുടെ ഈഗോ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നത് കൊണ്ടാകാം. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നത്തിങ്നെസ് എന്നുള്ളൊരു കാർഡാണ്. സോ നത്തിങ്നെസ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് വാക്ക്ഡ് അവേ, അൺഷ്യൂർ ആൻഡ് ക്ലോസ്ഡ് ഓഫ് എന്നുള്ളൊരു മെസ്സേജസ് ആണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വാക്ക്ഡ് അവേ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നിങ്ങളെ ഒറ്റയ്ക്കാക്കി റിലേഷൻഷിപ്പിൽ നിന്നും പോയി പിന്മാറി, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക്ഡ് സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചു, നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയി, നിങ്ങളെ ബ്ലോക്ക്ഡ് ആക്കി, നിങ്ങളുടെ ബന്ധം അവസാനിപ്പിച്ചു, മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായതോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയതോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇപ്പോൾ ഫാമിലി ആണ് എങ്കിൽ അവരുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ ചില ആളുകളുടെ തെറ്റായ ചില വാക്കുകളിൽ പെട്ടുകൊണ്ട് നിങ്ങളെ അവിശ്വസിച്ചു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി എങ്കിൽ ഇപ്പോൾ നോക്കൂ, ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് നത്തിങ്നെസ് ആണ്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് നൽകിയ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഫുള്ളി ഒരു ഡാർക്ക്നെസ് എനർജിയിൽ പെട്ടു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഡാർക്ക്നെസ് അല്ലെങ്കിൽ നത്തിങ്നെസ്, ടോക്സിസിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ചു പേർക്കൊക്കെ അതൊരു വ്യക്തിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചില ബ്ലാക്ക് ഫോഴ്സസ് അല്ലെങ്കിൽ ചില
തെറ്റിദ്ധാരണകൾ പരത്തുന്ന ചില ആളുകളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിൽ പെട്ടുപോയതാകാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, സോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഇത്തരം ചില സന്ദർഭങ്ങളിൽ ഈ വ്യക്തി പെട്ടുപോയത് കൊണ്ട് ഇപ്പോൾ നത്തിങ്നെസ് ആണ്. ലൈഫിൽ ഒരു പ്രോഗ്രസ് ഇല്ല, ലൈഫിൽ ഒരു സമാധാനമില്ല, മനസ്സ് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ലൈഫിൽ കരിയറിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലൊക്കെ ഒരുപാട് തകർച്ച നേരിടുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ തീർത്തും ഹോപ്പ്ലെസ് സിറ്റുവേഷൻ, ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാതെ, ഒരു തരത്തിലുള്ള സന്തോഷവും ഇല്ലാതെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എക്സിസ്റ്റൻസ് എന്നുള്ളൊരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സ്പൈയിങ്, ഗ്യാതറിങ് ഇൻഫർമേഷൻ എന്നുള്ളൊരു കാർഡാണ്. അതായത് ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനമുണ്ട്. അത് ഇവർക്ക് എത്രമാത്രം ഇവർ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും, ഇനി എത്ര തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നാലും, ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്നുള്ള ആ ഒരു എക്സിസ്റ്റൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു യാഥാർത്ഥ്യം ഒരിക്കലും മറ്റാർക്കും വേർപിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മായ്ച്ചു കളയാൻ സാധ്യമല്ല. കാരണം ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് ആണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ പരസ്പരം ദേഷ്യത്തിലാണ്, വാശിയുടെ പുറത്ത് ദേഷ്യത്തിലാണ്, എന്ത് സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറാകുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഇൻഡയറക്ട്ലി ആയിരിക്കാം, അത് മേ ബി ചില ഫ്രണ്ട്സ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സ് ത്രൂ ആയിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് സ്റ്റാറ്റസ് ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റ്സിനെ നല്ല പോലെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ഫീലിങ്സ് ഇവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് പോസ്റ്റ്പോൺമെന്റ് എന്നുള്ളൊരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഷാറ്റേർഡ്, ഹാർട്ട് ബ്രോക്കൺ, ഷോക്കിംഗ് എന്നുള്ള മെസ്സേജസ് ആണ്. ഓക്കെ, സോ പോസ്റ്റ്പോൺമെന്റ് അതായത് പലതും മാറ്റിവെച്ചു, പലതിനെയും പിന്നീടാകാം, പിന്നത്തേക്ക് മാറ്റിവെക്കുന്നു. അത് ചിലപ്പോൾ ചില ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി നേരിട്ടത് കൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ഈ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് നിങ്ങളായിട്ടോ ഈ വ്യക്തിയായിട്ടോ കോണ്ടാക്ട് ചെയ്യുന്നത് മാറ്റിവെക്കുന്നുണ്ട്, പിന്നീടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് കിട്ടട്ടെ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കട്ടെ, അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു പോസ്റ്റ്പോൺമെന്റ് കാരണം ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ രണ്ടു പേർക്കും ഉണ്ടാകുന്നുണ്ട്. വളരെയധികം വിഷമിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഷാറ്റേർഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോയതിന്റെ ഒരു പ്രധാന കാരണം, രണ്ടുപേരും രണ്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം പലതിലും ക്ലാരിറ്റി ഇല്ലാതെ പലതും ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തത് കൊണ്ടാണ്. പിന്നീടാകാം, പിന്നീട് ക്ലാരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കുന്നില്ല, പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ പിന്നീട് പറയാം എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് ലാസ്റ്റ് മറ്റുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ നോക്കൂ, രണ്ടു പേർക്കും ഒരു വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനെയാണ് നേരിടേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നത്തിങ്നെസ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയുടെ ലോൺലിനെസ്സിനെയും വളരെയധികം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതിൻ്റെയും നിങ്ങളുടെ എക്സിസ്റ്റൻസ്, നിങ്ങളുടെ പ്രസൻസ് എത്രമാത്രം ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെയൊക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ടേണിംഗ് ഇൻ എന്നുള്ളൊരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് മിസ്സിംഗ്, സം വൺ ലോങ്ങിങ് എന്നുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ടിങ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ കോണ്ടാക്റ്റിൽ വരണം, നിങ്ങളുമായിട്ടൊരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ലൈഫ് വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഇവർ അത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഒരുപാട് ഈ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ഈ ഒരു സമയം ഈ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല. നിങ്ങളെ ഒന്ന് നേരിൽ കാണണമെന്ന് പോലും, നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പോലും, നിങ്ങളെ ഒന്ന് കോൾ
കോൾ മെസ്സേജ് ചെയ്യണമെന്ന് പോലും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, പോസിറ്റീവ് ഹീലിംഗ് ഈ വ്യക്തിക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, താങ്ക് യു മെസ്സേജസ് എഴുതുക. നിങ്ങൾ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ പേഴ്സന്റെ കംബാക്ക് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാം, മെസ്സേജ് ഇടാം. തീർച്ചയായിട്ടും കമൻറ്റ് എഴുതുന്നത് ഒരു സോർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അത്രമാത്രം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവ് ചേഞ്ചിനെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ തീർച്ചയായിട്ടും നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല പോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സാധ്യമാകാത്തതായിട്ടൊന്നുമില്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ന്യായമായ കാര്യമാണ് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് തീർച്ചയായിട്ടും നേടിത്തരും. അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, താങ്ക് യു പറയണം. ഈശ്വരനോട് എപ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും പ്യുവർ ആൻഡ് ഏറ്റവും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്കും പ്യുവർ ആൻഡ് പോസിറ്റീവ് ചേഞ്ചസ് അട്രാക്ട് ചെയ്യുകയുള്ളൂ, ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് റിസീവ് ആകുകയുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഏത് ജെൻഡറിലുള്ള ആളുകൾക്കും ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റീഡിംഗ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. May God bless you all. Hare Krishna.